നമസ്കാരം. മകരസംക്രാന്തി നാളിൽ പ്രധാനമന്ത്രി പുതിയ ഓഫീസിലേക്ക് സേവാതീർത്ഥം എന്ന പേരിട്ടിരിക്കുന്ന ഓഫീസ് റൈസിന കുന്നുകൾക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം സൗത്ത് ബ്ലോക്കിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ്. പക്ഷേ കൊളോണിയൽ സംസ്കൃതിയുടെ ഒരു ഉൽപ്പന്നങ്ങളും ഭാരതത്തിന് ഇനി വേണ്ട എന്ന മോദി തൻ്റെ നയങ്ങളിൽ ഓരോ സമയങ്ങളിലായിട്ട് അത് വെളിവാക്കിയിട്ടുണ്ട്. അതായത് കൊളോണിയൽ ഭരണത്തിൻ്റെ രീതിയിലുള്ള, അതായത് കൊളോണിയൽ അധികാരത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ഇനി ഭാരതത്തിന് ആവശ്യമില്ല. ഭാരതത്തിൻ്റെതായ തനത് സംസ്കൃതിയുണ്ട്, സ്വതന്ത്രമായ ഭരണകൂടമുണ്ട്. ഈ ഒരു രീതിയിൽ എന്തിനാണ് നമ്മൾ വീണ്ടും വിദേശത്തിന് നമ്മുടെ നയങ്ങളെ, വിദേശത്തിന് നമ്മുടെ ഏറ്റവും മാനബിന്ദുക്കളായിട്ടുള്ള ഓഫീസുകളെ അടിയറ വയ്ക്കുന്നത് എന്നൊരു നയമാണ് പ്രധാനമന്ത്രി എല്ലാ സമയത്തും സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ നയങ്ങളിലൊക്കെയും നമുക്ക് ഈ ഒരു മാറ്റം നമുക്ക് പ്രകടമാകുന്നുണ്ട്. ഇന്ത്യൻ സാംസ്കാരികമായിട്ടുള്ളൊരു ഉന്നമനം കൂടിയാണ് പ്രധാനമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നത്. സാമ്പത്തികമായുള്ള ഉന്നമനത്തിനപ്പുറം സാംസ്കാരികമായൊരു ഉന്നമനവും കൂടി നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയ ഓഫീസ് സമുച്ചയം വരുന്നത്. പ്രധാന തീരുമാനങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ, ഒരു ഭരണ മേഖലയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പുതിയ ഓഫീസിലേക്ക് പ്രധാനമന്ത്രി മാറുന്നത്. ന്യൂഡൽഹിയുടെ ഹൃദയഭാഗത്തുള്ള ധാർണ റോഡിലാണ് സേവാതീർത്ഥം എന്ന പേരിട്ടിരിക്കുന്ന ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ദാൽഹൌസി റോഡ് എന്നായിരുന്നു അതിൻ്റെ പഴയ പേര്. ആ ഒരു മേഖലയുടെ പഴയ പേര് ദാൽഹൌസി റോഡ് എന്നായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പുതിയ റോഡിന് തന്നെ പുതിയ പേര് നൽകുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയുടെ ഓഫീസ്, അങ്ങനെ 3 കെട്ടിടങ്ങളാണ് ഈ പരിസരത്ത് ഉള്ളത്. കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനും ഡൽഹിയിലുടനീളമുള്ള ഓഫീസ് പദ്ധതി ഒരു കേന്ദ്രീകൃതമായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെയും ഭാഗമൊക്കെ ആയിട്ടാണ് ഈ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നത്. സേവാതീർത്ഥ പ്രധാനമന്ത്രിയുടെ ഓഫീസായിരിക്കും. സേവാതീർത്ഥ 2 ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്നു. സേവാതീർത്ഥ 3 ദേശീയ സുരക്ഷാ കൗൺസിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ ഓഫീസും ഇവിടെയായിരിക്കും. പ്രധാനമന്ത്രിയുടെ സ്വന്തം ഓഫീസും ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മുറികളും വളരെ മനോഹരമായ രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 1947 മുതൽ സൗത്ത് ബ്ലോക്കിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇപ്പോൾ മന്ത്രാലയങ്ങൾ കർത്തവ്യ ഭവനിലേക്ക് മാറിയിരിക്കുന്നു. സൗത്ത് നോർത്ത് ബ്ലോക്കുകൾ ഒഴിപ്പിച്ച ഈ ഭാഗത്ത് ഒരു പൊതു മ്യൂസിയമാക്കി മാറ്റാനുള്ള പദ്ധതിയുണ്ട്. 2019 സെൻട്രൽ വിസ്തയുടെ വികസന പദ്ധതി പ്രഖ്യാപിച്ചത്. 2023 പൂർത്തീകരിക്കുകയുണ്ടായി. 2024 ഉപരാഷ്ട്രപതിയുടെ ഓഫീസടക്കം ഇവിടേക്ക് സെൻട്രൽ വിസ്തയിലേക്ക് മാറ്റുകയുണ്ടായി. ആദ്യത്തെ 3 സെക്രട്ടേറിയറ്റ് കെട്ടിടങ്ങൾ 2025 പൂർത്തീകരിച്ച് കർത്തവ്യ ഭവൻ എന്ന പുനർനാമകരണം ചെയ്യപ്പെടുകയായിരുന്നു. ഏകോപനത്തിനും ഭരണപരമായ ഒരു കാര്യക്ഷമതയ്ക്കും വേണ്ടിയിട്ടാണ് ഇത്തരം എല്ലാ ഓഫീസുകളും ഒരു സെൻട്രൽ വിസ്തയ്ക്ക് കീഴിൽ തന്നെ കൊണ്ടുവന്നത്. കഴിഞ്ഞ മാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിന് സേവാതീർത്ഥം എന്ന പുനർനാമകരണം ചെയ്തത്. രാജ്ഭവൻ്റെയും ലോക് ഭവൻ്റെയും പേരുകൾ രാജ്നിവാസ് എന്നും ലോക് നിവാസ് എന്നും മാറ്റിയിരുന്നു. അങ്ങനെ മുഴുവൻ ഭാരതീയമായ രീതിയിലുള്ള നാമങ്ങൾ, പുനർനാമകരണങ്ങൾ ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അടിമുടി ഒരു മാറ്റം എന്നത് ഭാരതത്തിൻ്റെ സംസ്കൃതിയെ രാഷ്ട്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. രാഷ്ട്രത്തിൻ്റെ സംസ്കാരമാണ് രാഷ്ട്രത്തിന് വേണ്ടത്, അല്ലാതെ വൈദേശിക ശക്തികളുടെ ഒരു സംസ്കാരമല്ല, വൈദേശിക ശക്തികളുടെ നിയമങ്ങളല്ല. നമ്മെ ഭരിക്കാൻ വേണ്ടിയിട്ട് അവർ ഏർപ്പാടാക്കിയ രീതിയിലുള്ള കെട്ടിടങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നുമല്ല. നമുക്ക് നമ്മുടേതായ ഒരു തനത് സംസ്കാരമുണ്ട്. അവരുടെ കീഴിലല്ല, സാംസ്കാരികമായി ബ്രിട്ടൻ്റെ കീഴിലല്ല ഇപ്പോൾ ഭാരതം പ്രവർത്തിക്കുന്നത്. സാംസ്കാരികമായി കൂടി ഒരു മാറ്റം, ഒരു തനിമ ഭാരതത്തിന് ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.